മഹാഭാരത കഥയിൽ പാണ്ഡവരുടെ അടുത്ത ബന്ധുവായിരുന്നിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരു കഥാപാത്രമുണ്ട്. മാദ്ര സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന ശല്യരായിരുന്നു അത്. മഹാഭാരത ഇതിഹാസത്തിലെ ഒരു പർവ്വം അറിയപ്പെടുന്നത് തന്നെ ശല്യരുടെ പേരിലാണ്. മികച്ച ഒരു യോദ്ധാവായിരുന്നു ശല്യർ. കുന്തം, ഗദ എന്നീ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശല്യർ അഗ്രഗണ്യനായിരുന്നു. ഇതിനെല്ലാം ഉപരിയായി ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും നന്നായി രഥമോടിക്കാൻ സാമർഥ്യമുള്ളത് ശല്യർക്കാണെന്ന് ഒരു പ്രസ്താവനയുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ച് ശാന്തനായി നിന്നുകൊണ്ട് എതിരാളിയുടെ ഊർജ്ജത്തെ പാഴാക്കി അവരെ ജയിക്കുവാനുള്ള കഴിവായിരുന്നു ശല്യരുടെ മറ്റൊരു പ്രത്യേകത. മറ്റു യോദ്ധാക്കളെ അപേക്ഷിച്ച് കൃശഗാത്രനെങ്കിലും ഈ ഒരു ഗുണത്താൽ ശല്യർ ഭാരതവർഷത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു യോദ്ധാവായിരുന്നു. ഒരിക്കൽ തന്റെ സൈന്യവുമായി ശല്യർ പല ദേശങ്ങളിലൂടെയും പര്യടനം ചെയ്തു വരുന്ന വഴിയിൽ ഹസ്തിനാപുരത്തിലൂടെയും സഞ്ചരിച്ചു. മാർഗമധ്യേ പാണ്ഡു മഹാരാജാവ് തന്റെ സൈന്യവുമായി വരുന്ന കാഴ്ച ശല്യർ കണ്ടു. ശല്യരെയും സൈന്യത്തെയും കണ്ട മാത്രയിൽ തന്നെ പാണ്ഡു അത്ഭുതസ്തബ്ധനായി. ശല്യരുടെ സൈന്യാധിപനെ കണ്ടാണ് പാണ്ഡുവിന് അത്ഭുതമുണ്ടായത്. അതിസുന്ദരിയായ ഒരു യുവതി മുഴുവൻ സൈന്യത്തെയും നയിച്ചുകൊണ്ട് നിൽക്കുന്നു. തുടർന്ന് ശല്യരോട് ഇതാരാണെന്ന് പാണ്ഡു ചോദിക്കുകയും അത് തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ മാദ്രി തന്നെയാണെന്ന് ശല്യർ മറുപടി നൽകുകയും ചെയ്തു. തുടർന്ന് ഇരുവരും സുഹൃത്തുക്കളായി തീരുകയും യുദ്ധത്തിനു പകരം വിവാഹത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധുത്വത്തിലെത്താമെന്നും തീരുമാനിച്ചു. അനന്തരം ഭീഷ്മർ അനേകം ധനവും കാഴ്ചദ്രവ്യങ്ങളും അശ്വങ്ങൾ, ഗജങ്ങൾ, ഗോക്കൾ തുടങ്ങിയവയുമായി മാദ്രിയിലേക്ക് പോവുകയും ഔപചാരികമായി മാദ്രിയെ പാണ്ഡുവിന് വിവാഹം കഴിച്ച് നൽകുവാനുള്ള അനുമതി ശല്യരോട് ചോദിക്കുകയും ചെയ്തു. തുടർന്ന് പാണ്ഡുവും മാദ്രിയുമായുള്ള വിവാഹം നടന്നു. ഇങ്ങനെ പാണ്ഡവരുടെ ഉറ്റ ബന്ധുവായി മാറി ശല്യർ. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം പാണ്ഡുവിന്റെ മരണാനന്തരം പാണ്ഡുവിന്റെ ചിതയിൽ തന്നെ മാദ്രിയും ദേഹത്യാഗം നടത്തി. ഇതോടെ നകുല സഹദേവന്മാരെ പാണ്ഡുവിന്റെ ആദ്യ ഭാര്യയായിരുന്ന കുന്തി സ്വന്തം പുത്രന്മാരെക്കാൾ സ്നേഹവാത്സല്യങ്ങൾ നൽകി വളർത്തുവാൻ തുടങ്ങി. എന്നാൽ ശല്യർക്ക് സ്വന്തം അനന്തരവന്മാരെ തന്റെ രാജ്യത്തേക്ക് തന്നെ കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടാവുകയും ഓരോ വർഷവും മാറി മാറി നകുലനെയും സഹദേവനെയും മാദ്രിയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ രാജകുമാരന്മാരായി വളർത്തുകയും ചെയ്തു. ഒടുവിൽ അവർക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ ശല്യർ അവരെ മാദ്രയിൽ തന്നെ തുടരുവാനും തന്റെ അനന്തരാവകാശികളായി ഇരുവരെയുമാണ് കണ്ടിരിക്കുന്നതെന്നും വ്യക്തമാക്കി. എന്നാൽ പണ്ഡിതനായ നകുലന് ശല്യരുടെ ഉദ്ദേശം സ്വതവേ മനസ്സിലായിരുന്നു. കുപിതനായി നകുലൻ ശല്യരോട് പറയുന്നു, യുധിഷ്ഠിരനെയോ ഭീമസേനനെയോ അർജുനനെയോ സ്വന്തം അനന്തരവന്മാരായി അങ്ങേക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങളെ മാത്രം അനന്തരാവകാശികളായി അങ്ങ് കാണുന്നത്. തങ്ങളെ കൊണ്ട് യുധിഷ്ഠിരനോ വീരന്മാരായ ഭീമാർജുനന്മാർക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായില്ലെങ്കിൽ പോലും അവരോടൊപ്പം തന്നെ ജീവിതകാലം മുഴുവൻ തുടരുമെന്നും കുന്തി തങ്ങൾക്ക് സ്വന്തം മാതാവ് തന്നെയാണെന്നും സ്വന്തം പുത്രന്മാരോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവാത്സല്യങ്ങൾ തങ്ങളോടാണ് കാണിക്കാറുള്ളതെന്നും നകുലൻ ശല്യരെ അറിയിക്കുന്നു. എങ്കിലും മാതുലനായ ശല്യരുടെ സ്നേഹം നകുല സഹദേവന്മാർ തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ അപേക്ഷയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ശല്യരുടെ കാലശേഷം മാത്രം മാദ്രയുടെ അനന്തരാവകാശികളായി തീരുമെന്നും പക്ഷേ ഒരിക്കലും പാണ്ഡവരെ ഉപേക്ഷിച്ചു വരികയില്ലെന്നും ഒരു നിബന്ധന കൂടി വയ്ക്കുന്നു. അടുത്തതായി ശല്യരെ പറ്റി മുഖ്യമായി വിവരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആരംഭം മുതലാണ്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കാൻ നാൾ കുറിച്ചതോടെ ശല്യർ തന്റെ അനന്തരവന്മാരായ പാണ്ഡവരെ സഹായിക്കുവാൻ സർവ്വസൈന്യങ്ങളുമായി മാദ്രയിൽ നിന്ന് പുറപ്പെട്ടു. ഒടുവിൽ കുരുക്ഷേത്രത്തിന് അടുത്തായി തന്നെ വലിയ കൂടാരങ്ങളും യുദ്ധസന്നാഹങ്ങളും ശല്യർ കണ്ടു. കൂടാരങ്ങളിലെ സൈനികർ പെട്ടെന്ന് തന്നെ ശല്യരെയും സൈന്യത്തെയും സ്വീകരിച്ചു കൊണ്ടുപോയി ഉപവിഷ്ടരാക്കുകയും യാത്രാക്ഷീണം അകറ്റുവാൻ വിവിധ പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും നൽകി അവർക്ക് ആതിഥ്യമരുളുകയും ചെയ്തു. കൂടാരത്തിൽ വിശ്രമിച്ച് എല്ലാ ഉപചാരങ്ങളും സ്വീകരിച്ച ശേഷം തനിക്ക് ആതിഥ്യമരുളി യുധിഷ്ഠിരനെ കാണണമെന്ന് ശല്യർ സൈനികരെ അറിയിക്കുന്നു. ഇപ്പോൾ യുധിഷ്ഠിരന് പകരം അവിടെ എത്തിയത് ദുര്യോധനനാണ്. ഒന്നും മനസ്സിലാകാതെ നിന്ന ശല്യരോട് ദുര്യോധനൻ പറയുന്നു, മാദ്ര രാജാവെ, നിങ്ങളെ ഇവിടെ എത്തിച്ചത് എൻ്റെ പദ്ധതിയാണ്. ഇതെൻ്റെ കൂടാരമാണ്. ഇത്രയും നേരമായി നിങ്ങൾ സ്വീകരിച്ചത് എൻ്റെ ആതിഥ്യവും. അതുകൊണ്ട് തന്നെ ആ നിമിഷം മുതൽ അങ്ങ് എനിക്ക് കടപ്പെട്ടവനാണ്. എനിക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്താലും. അപ്പോഴാണ് സംഭവിച്ച ചതി ശല്യർക്ക് മനസ്സിലായത്. ദുര്യോധനനിൽ നിന്ന് സ്വീകരിച്ച ആതിഥ്യത്തിന് പകരമായി ദുര്യോധനന്റെ ആവശ്യം നിറവേറ്റുവാൻ ശല്യർ ബാധ്യസ്ഥനായി. തുടർന്ന് പാണ്ഡവരുടെ അരികിലേക്ക് പോയി തന്റെ ധർമ്മസങ്കടം ശല്യർ അറിയിച്ചു. വീണ്ടും കുപിതരായി നകുല സഹദേവന്മാർ മുന്നോട്ട് വന്നു. ശല്യരുടെ ഈ പ്രവൃത്തിയാൽ നകുല സഹദേവന്മാർ കുന്തിപുത്രന്മാരുടെ അർദ്ധ സഹോദരന്മാർ മാത്രമാണെന്ന് തെളിഞ്ഞുവെന്നും അതുകൊണ്ടാണ് നകുല സഹദേവന്മാരുടെ മാതൃരാജ്യത്തിന്റെ സഹായം അവർക്ക് ലഭിക്കാത്തതെന്നും പറഞ്ഞു വിലപിച്ചു. എന്നാൽ അപ്പോൾ യുധിഷ്ഠിരൻ അവരെ ശാന്തരാക്കുകയും ഇനിയും അർദ്ധ സഹോദരൻ എന്ന പ്രയോഗം തങ്ങൾക്കിടയിൽ ഉപയോഗിക്കരുതെന്നും ശല്യരുടെ ധർമ്മസങ്കടം മനസ്സിലാക്കണമെന്നും അവരെ ഉപദേശിച്ചു. പാണ്ഡവർ 5 പേരും ഒന്നാണെന്ന് ശല്യരും അപ്പോൾ തിരിച്ചറിഞ്ഞു. തുടർന്ന് യുധിഷ്ഠിരനോട് ഈ യുദ്ധത്തിൽ തന്നെ വധിച്ച് മുക്തി നൽകണമെന്നും ശല്യർ അപേക്ഷിക്കുന്നു. യുദ്ധാരംഭ വേളയിൽ ശല്യരോട് യുധിഷ്ഠിരൻ അനുഗ്രഹം നേടുകയും യുദ്ധത്തിൽ ജയമുണ്ടാകട്ടെ എന്ന് ശല്യർ അനുഗ്രഹിക്കുകയും ചെയ്തു.
യുദ്ധത്തിന്റെ ഒന്നാം നാൾ തന്നെ വിരാട രാജകുമാരൻ ഉത്തരനുമായി നടന്ന യുദ്ധത്തിൽ ശല്യർ വിജയിക്കുകയും തന്റെ കുന്തം പ്രയോഗിച്ച് ഉത്തരനെ വധിക്കുകയും ചെയ്തു. എങ്കിലും ഉത്തരന്റെ യുദ്ധവീര്യത്തെ ശല്യർ പുകഴ്ത്തുന്നുണ്ട്. യുദ്ധത്തിന്റെ 13-ാം നാൾ ശല്യർക്കൊപ്പം നിന്ന് ധീരമായി പൊരുതിയ ശല്യരുടെ പുത്രന്മാരായ രുക്മാംഗദനെയും രുക്മാരഥനെയും അഭിമന്യു വധിച്ചു. 14-ാം നാൾ പുത്രനായ അഭിമന്യുവിനെ തലേദിവസം കൗരവർ ചതിച്ചു വധിച്ചതിന് പ്രതികാരമായി കൗരവസേനയ്ക്ക് മേൽ അർജുനൻ കാലനായി മാറി. സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ ജയദ്രഥന്റെ തലയെടുക്കുവാൻ സവ്യസാചിയായ അർജുനൻ തീരുമാനിച്ചു. അന്ന് ജയദ്രഥനെ സംരക്ഷിക്കുന്നതിനുള്ള ചുമതലയാണ് ശല്യർക്ക് ലഭിച്ചത്. ശല്യർ ധീരമായി പൊരുതിയെങ്കിലും ഒടുവിൽ തന്റെ ശരപ്രയോഗത്താൽ പാശങ്ങളെ സൃഷ്ടിച്ച് ശല്യരെ അർജുനൻ രഥത്തിൽ തന്നെ ബന്ധിച്ചു. അന്നേ ദിവസം തന്നെ ജയദ്രഥന്റെ ശിരസിനെ കൊയ്യുകയും ചെയ്തു. 17-ാം നാൾ സർവ്വസന്നാഹവും കർണന് നൽകുവാൻ ദുര്യോധനൻ തീരുമാനിച്ചു. അർജുനനെ ജയിക്കാൻ ഇനി എന്താണ് ആവശ്യമായുള്ളതെന്ന് കർണനോട് ചോദിക്കുമ്പോൾ വാസുദേവന് സമാനനായ ഒരു തേരാളി തനിക്കില്ലെന്ന് കർണൻ പറയുന്നു. ഉടനെ ദുര്യോധനൻ തങ്ങളുടെ പക്ഷത്തെ ഏറ്റവും മികച്ച തേരാളി എന്ന നിലയിൽ ശല്യരെ കർണന് സാരഥിയായി നൽകുന്നു. പക്ഷേ വിപരീത ഫലമാണ് ഇതിലൂടെ സംഭവിച്ചത്. മനസ്സുകൊണ്ട് പാണ്ഡവരുടെ വിജയത്തിനായി യത്നിച്ചുകൊണ്ടിരുന്ന ശല്യർ രഥത്തിൽ കയറിയ നിമിഷം മുതൽ കർണന്റെ മാനസിക വീര്യം ചോർത്തുവാൻ തുടങ്ങി. ആദ്യമായി ഗാന്ധീവധാരിയായ അർജുനന്റെ യുദ്ധവീര്യത്തിനെ പ്രകീർത്തിക്കുവാൻ ആരംഭിച്ചു. ഇതോടെ കർണന്റെ ആത്മവിശ്വാസം നശിക്കുവാൻ തുടങ്ങി. വീണ്ടും ഏകാഗ്രത വീണ്ടെടുത്ത് കർണൻ മുന്നേറാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശല്യർ അർജുനനെ ജയിക്കുവാൻ പ്രപഞ്ചത്തിൽ ഒരു യോദ്ധാവില്ലെന്ന് പറയുവാൻ തുടങ്ങി. തന്നെ ചതിച്ച് കൗരവർക്കൊപ്പം നിർത്തിയതിനും യുദ്ധപാളയത്തിൽ വച്ച് തന്നെ പരിഹാസവാക്കുകൾ പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ച ദുര്യോധനനോടും കർണനോടുമുള്ള പ്രതികാരം മുഴുവൻ ശല്യരുടെ വാക്കുകളായി പുറത്തുവന്നു. വിരാട യുദ്ധത്തിൽ അർജുനൻ കർണനടക്കമുള്ള സകലരെയും പരാജയപ്പെടുത്തിയതും ഗന്ധർവ യുദ്ധത്തിൽ എല്ലാവരും പിന്തിരിഞ്ഞോടിയപ്പോൾ അർജുനനും ഭീമസേനനും അവിടെ എത്തിയതും അർജുനൻ യുദ്ധം ചെയ്ത് ദുര്യോധനനെ മോചിപ്പിച്ചതും ശല്യർ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ കർണന്റെ രഥചക്രം ചെളിയിൽ പൂണ്ടു താണപ്പോഴും ശല്യർ സഹായിക്കുവാൻ മുതിർന്നില്ല. രാജാവായ തന്നെ തൻ്റെ തേരാളിയായി നിയമിക്കുമ്പോൾ ഓർക്കണമായിരുന്നുവെന്നും ഒരു രാജാവിന് എങ്ങനെയാണ് തേർചക്രം ഉയർത്തുവാൻ അറിയുകയെന്നും അത് നന്നായി അറിയാവുന്നത് കർണന്റെ പിതാവിനെ പോലെയുള്ള സൂതന്മാർക്കാണെന്നും ശല്യർ പറയുന്നു. ശല്യരെ ഇനിയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ സൂര്യപുത്രൻ കർണൻ തന്നെ നേരിട്ട് രഥത്തിൽ നിന്നിറങ്ങി തേർചക്രം ഉയർത്തുവാൻ ശ്രമിച്ചു. ഒടുവിൽ കർണവധത്തിനു ശേഷം ദുര്യോധനൻ ശല്യരെ തന്നെ 18-ാം നാൾ സർവ്വസൈന്യാധിപനായി നിയമിച്ചു. ഇതോടെയാണ് 9-ാം അധ്യായമായ ശല്യപർവം ആരംഭിക്കുന്നത്. ശല്യർ അന്ന് തന്നെ ആദ്യമായി യുധിഷ്ഠിരനോട് ഏറ്റു. വൃദ്ധനായ ശല്യരുടെ അസ്ത്രപ്രയോഗത്തിന് മുന്നിൽ യുധിഷ്ഠിരൻ വീണുപോയി. തുടർന്ന് ഭീമസേനൻ യുധിഷ്ഠിരനെ അവിടെ നിന്നും രക്ഷിച്ചു മാറ്റി. അതിനുശേഷം പാണ്ഡവർ 4 പേരും മാറി മാറി പൊരുതിയെങ്കിലും ശല്യരെ വധിക്കുവാനായില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ശല്യർക്ക് മഹാദേവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരത്തിനെ ഓർമ്മിപ്പിച്ചു. ശല്യരെ എതിരിടുന്നയാൾ കോപാകുലനായാൽ അയാളുടെ ശക്തി ക്ഷയിക്കുകയും അവരുടെ ബലവും ശല്യർക്ക് ലഭിക്കുകയും ചെയ്യും. അതിനാൽ അദ്ദേഹത്തെ വധിക്കുവാൻ സാധ്യമല്ല. ഭീമസേനനും അർജുനനും ശത്രുക്കളോട് ഉഗ്രകോപം കൊള്ളുന്നവരാണ്. നകുല സഹദേവന്മാരാകട്ടെ ശല്യരെ ജയിക്കുവാൻ പ്രാപ്തിയുള്ളവരുമല്ല. ഒടുവിൽ യുധിഷ്ഠിരനാൽ മാത്രമേ ശല്യരുടെ വധം സാധ്യമാകുകയുള്ളൂ എന്ന് ഉറപ്പായി. യുദ്ധത്തിൽ പോലും സ്ഥിരചിത്തനായിരിക്കുന്നവനാണ് യുധിഷ്ഠിരൻ. എതിരിടുന്നവനെ പോലും യുധിഷ്ഠിരൻ കോപത്തോടെ ശത്രുതാഭാവത്തോടെ കാണുകയില്ല. മറിച്ച് യുദ്ധം തൻ്റെ ധർമ്മം മാത്രമാണെന്ന് കരുതിയാണ് യുധിഷ്ഠിരൻ അവരോട് യുദ്ധം ചെയ്യുന്നത്. ഒടുവിൽ തൻ്റെ വേലുമായി യുധിഷ്ഠിരൻ ശല്യരെ നേരിട്ടു. ഇരുവരും വേൽ കൊണ്ടുള്ള യുദ്ധത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്നവരാകയാൽ യുദ്ധം നിർണായകമായി. എന്നിരുന്നാലും യുധിഷ്ഠിരന്റെ അന്തിമമായ ശിവനിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള വേൽ പ്രയോഗത്തിൽ ശല്യർ നിലംപതിച്ചു. ശല്യർ വീണതോടെ മാനസിക വീര്യം ചോർന്ന കൗരവപ്പട പിന്തിരിഞ്ഞോടി. അടുത്തതായി ശകുനീവധവും ഏറ്റവും ഒടുവിലായി ദുര്യോധനവധവും നടന്നതോടെ മഹാഭാരത യുദ്ധം അവസാനിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പാഞ്ചജന്യത്തെ മുഴക്കി. യുദ്ധാനന്തരം ശല്യർക്ക് നൽകിയ വാക്കിനെ മാനിച്ച് മാദ്രയെ 2ആയി വിഭജിച്ച് നകുല സഹദേവന്മാർ ഭരിച്ചു.